ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്താനും ആ സ്വാതന്ത്ര്യത്തിന് ആവശ്യമായ മികവുകൾ വീണ്ടും മൂർച്ച കൂട്ടിയെടുക്കാനും ആണ് ഈ ആഘോഷ ദിനങ്ങൾ ഉപകാരപ്പെടേണ്ടത്. നമ്മുടെ പൂർവികരായ കഴിഞ്ഞുപോയ ഇന്ത്യൻ നേതൃത്വം, മുസ്ലിം നേതൃത്വം, ഹിന്ദു നേതൃത്വം, ക്രിസ്ത്യൻ നേതൃത്വം, എല്ലാ വിഭാഗം ജനങ്ങളിലെയും നമ്മുടെ പൂർവികരായ ഇന്ത്യക്കാർ അവർ അധ്വാനിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് ഉപയോഗപ്പെടുത്തുകയും അതിന്റെ പുരോഗതി നേടിയെടുക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. സ്വാതന്ത്ര്യം എന്നത് കേവലം മറ്റൊരു രാജ്യക്കാരിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് കൈമാറ്റം നടത്തപ്പെടുന്ന ഒരു പ്രക്രിയയാകാതെ അത് ജനങ്ങളുടെ ആവശ്യം, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യം നേടിയെടുക്കാനുള്ള ഒരു വലിയ സ്രോതസ്സായി മാറേണ്ടതുണ്ട്. അതിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം, നമ്മുടെ പൂർവികരായ വലിയ സച്ചരിതരായ മഹാന്മാർ ആത്മീയതയിൽ പൂർണ്ണമായി അതിന്റെ ആൾ രൂപങ്ങളായിരുന്ന മഹാന്മാർ അവർ അവരുടെ ജീവിതം കൊടുത്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം അതിന്റെ അർത്ഥത്തിലും ഭാവത്തിലും പൂർണ്ണതയിലുമെല്ലാം അത് വീണ്ടും നിലനിർത്തേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നാം ചെയ്യേണ്ടത് നമ്മുടെ സമയവും അധ്വാനവും ഊർജസ്വലമായി കാര്യക്ഷമമായി വിനിയോഗിക്കുക എന്നതാണ്. അതിനുവേണ്ടി നാം അധ്വാനിക്കുന്ന സമയത്ത് അധ്വാനം ഫലപ്പെടാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് സന്തോഷമുള്ള ജീവിതം നാം ആദ്യം നേടിയെടുക്കണം. ഹാപ്പി സോൺ ടീം ഉൾക്കൊള്ളുന്ന നമ്മുടെ വൃത്തത്തോട് നമുക്ക് ഉണർത്താനുള്ളത്, നമ്മുടെ അധ്വാനം കൂടുതൽ ഫലപ്പെടുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും അധ്വാനിക്കുമ്പോഴാണ്. വെപ്രാളവും ബേജാറും സങ്കടവും ദുഃഖങ്ങളും അതിന്റെ വക്താക്കളായി നാം സഞ്ചരിച്ചാൽ നമ്മുടെ സഞ്ചാര പദങ്ങളുടെ അർത്ഥങ്ങൾ കുറഞ്ഞു പോകും, അതിന്റെ ഫലങ്ങൾ ചുരുങ്ങിപ്പോകും, അതിന്റെ വിജയവൃത്തങ്ങളും ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അധ്വാനിക്കുക, നല്ല ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് സഞ്ചരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അത് ആഘോഷിക്കുകയും അത് ഈ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു ദിവസം അതിന്റെ സൂചക ദിനം മാത്രമാണ്. അതേസമയത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള മറ്റു ദിവസങ്ങളും മറ്റു സമയങ്ങളും കൂടുതൽ ഊർജ്ജസ്വലരായി സന്തോഷത്തിന്റെ വക്താക്കളായി മുന്നോട്ട് പോവുകയും നേടിയെടുക്കുകയും ചെയ്യേണ്ട സമയമാണ്. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അതിനുള്ള വഴികളിലുള്ള ഒരു സഞ്ചാരമായി ഹാപ്പി സോണിന്റെ ചലനങ്ങളെ നാം എല്ലാവരും വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും അതിന്റെ പ്രചാരകരായി നിലനിൽക്കുകയും ചെയ്യണം എന്നുകൂടി ഉണർത്തി ഈ 2025 ആഗസ്റ്റ് 15 ഈ നല്ല പ്രഭാതത്തിൽ ഈ ഒരു നല്ല സന്ദേശം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നൽകുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ. ജയ് ഹിന്ദ്.